ഹായ് പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ കാണാൻ കഴിയുന്നത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ലഹരി കാരണം ഒരുപാട് കുടുംബങ്ങൾ അനാഥമായി പോയി, അല്ലെങ്കിൽ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടായി, സുഹൃത്തുക്കളെ അടിച്ചു കൊല്ലുന്ന അല്ലെങ്കിൽ ഫാമിലിയിൽപ്പെട്ടവരെ തല തകർത്ത് കൊല്ലുന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് നമ്മൾ കാണുന്നത്. വെറും MDMA അല്ലെങ്കിൽ കഞ്ചാവ് പോലത്തെ ലഹരി മാത്രമാണോ ഇന്ന് നമ്മുടെ കേരളത്തെ പിടിമുറുക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയും. കാരണം ഇവിടെ നമുക്കൊക്കെ ഇഷ്ടമുള്ള, നമ്മളൊക്കെ വളരെ ആരാധിക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഓൺലൈൻ ഗാംബ്ലിംഗ് ആപ്പുകളുണ്ട് ഇവിടെ, അല്ലെ? വളരെ സീരിയസ് ആയി അവർ പറയുന്നത് കേട്ടാൽ തോന്നും ഇതിലൂടെ ഇപ്പൊ പണക്കാരനാവാം എന്ന് വിചാരിച്ച് പലരും ആ ഗെയിമുകളിൽ പോയി പെടുന്നുണ്ട്. ഗെയിം എന്ന് പറയാൻ പറ്റില്ല, ഗാംബ്ലിംഗ് ആപ്പുകളാണ്. ഈ ഗാംബ്ലിംഗ് ആപ്പുകളിലൂടെ പണം നഷ്ടപ്പെട്ട് ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇൻഫ്ലുവൻസേഴ്സിനോടാണ് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ തുച്ഛമായ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യരുത്. കാരണം സാധാരണക്കാരൻ അതിൽ പെട്ടുപോകും, അവൻ വഞ്ചിതനായി പോകും. അവനെ ഈ ഒരു മത്സര ലഹരിയിലേക്ക് നിങ്ങൾ എത്തിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.